ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിറ്റ് മാർട്ട് എക്സ്ചേഞ്ചിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് റീസെൻ്റ്ലി വിഡ്രോ വരാൻ പോകുന്ന സീപിൻ നെറ്റ്വർക്ക് ബിറ്റ് മാർട്ട് എക്സ്ചേഞ്ചിലാണ് വിഡ്രോ വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബിറ്റ് മാർട്ട് എക്സ്ചേഞ്ചിൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയും. 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഈ ഒരു മാനദണ്ഡം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ കാണുന്ന രജിസ്റ്റർ എന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. ഇതുപോലെ ആയിരിക്കും പേജ് ഓപ്പണായി വരുന്നത്. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഒരു പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് വന്നിട്ട് ഒരു 8 അക്കവും ഒരു ക്യാപിറ്റൽ ലെറ്ററും സ്മാൾ ലെറ്ററും ഒരു ചിഹ്നവും ഇങ്ങനെ ആയിരിക്കും കൊടുക്കേണ്ടത്. റെഫറൽ ലിങ്ക് ആൾറെഡി ഇവിടെ വരും. ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് സൈൻ അപ്പ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. ഇവിടെ ഒരു ക്യാപ്ച നമുക്ക് കറക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഇതുപോലെ ഈ മൂന്നും കറക്റ്റ് ആക്കണം. അപ്പോൾ ഇത് വന്നിട്ട് നെക്സ്റ്റ് ഇതുപോലെ ആയിരിക്കും ചെയ്യേണ്ടത്. 1 2 3 ഇത് സീനിയോറിറ്റിയിൽ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. ഇതുപോലെ രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്നായിരിക്കും കാണുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ടെലഗ്രാമിലേക്ക് പോവുക. ക്രിപ്റ്റോ ലൈനപ്പ് ടെലഗ്രാമിലേക്ക്. ടെലഗ്രാമിൽ പോയതിന് ശേഷം അവിടെ ഇതിൻ്റെ APK വെർഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല ബിറ്റ് മാർട്ട് എക്സ്ചേഞ്ച്. അതുകൊണ്ട് അതിൻ്റെ ബേസ് APK ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത് ഈ APK ഇത് ഡൗൺലോഡ് ചെയ്യുക. ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ആയിരിക്കും വരിക. വന്നതിന് ശേഷം കുറച്ചുകൂടെ കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുക. ഇത് ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ വരും. വീണ്ടും നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആൾറെഡി ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട ഈ ലോഗിൻ എന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഭാഗത്ത് നമുക്ക് ഇത് ലോഗിൻ ചെയ്യണം. ലോഗിൻ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും. ഇവിടെ വന്നിട്ട് ഈ ഇമെയിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇമെയിൽ ഇവിടെ കൊടുക്കുക. പാസ്വേഡ് ഇവിടെ കൊടുക്കുക. സൈൻ ഇൻ ചെയ്യുക. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും. നമ്മൾ സക്സസ് ആയിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ന്യൂ ഡിവൈസ് ഈസ് അത്രൈസ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള ഇതിൻ്റെ KYC വെരിഫിക്കേഷൻ ചെയ്യണം. അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മുടെ മെയിൻ പേജ് ഓപ്പണായി വരുന്നത് ഇതുപോലെ ആയിരിക്കും ഓപ്പണായി വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പണായി വരും. ഈ കാണുന്ന ഈ ഭാഗത്ത് നമ്മുടെ ഇമെയിൽ ID ഇതൊക്കെ കാണാം. ഈ റൈറ്റ് സൈഡിലൊരു ആരോ ഉണ്ട്. ഈ ആരോ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് KYC ചെയ്യാനുള്ള ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. KYC വെരിഫിക്കേഷൻ ഉള്ളത് 2 ലെവൽ KYC ആണുള്ളത്. ഫസ്റ്റ് ലെവൽ KYCക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക. ഇന്ത്യ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക. ലാസ്റ്റ് നെയിം ഇനിഷ്യലൊക്കെ ഉള്ളവർ ഇനിഷ്യൽ, അല്ലെങ്കിൽ 2 ആയിട്ടാണ് പേര് കാണുന്നതെങ്കിൽ അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെറ്റ് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളെ ഇയർ, അതുപോലെ തന്നെ മന്ത്, ഡേറ്റ് ഇതെല്ലാം കറക്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും, KYC നിങ്ങളുടെ ഓക്കെ ആകും. അതിനുശേഷം KYC ലെവൽ 2 എന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ വെരിഫൈ നെവോ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. നെക്സ്റ്റ് ഒരു പേജിൽ വന്നിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് വെച്ചാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ആധാർ കാർഡ് കൊടുക്കുക. ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡ് ഫോട്ടോ എടുക്കുക. അതിനുശേഷം ബാക്ക് സൈഡ് ഫോട്ടോ എടുക്കുക. ഫോട്ടോ രണ്ടും അപ്ലോഡ് ആയതിനു ശേഷം പിന്നെ വന്നിട്ട് നമുക്ക് ഒരു ഫേസ് വെരിഫിക്കേഷൻ്റെ ഒരു ഓപ്ഷൻ വരും. ഫേസ് വെരിഫിക്കേഷൻ കമ്പൽസറിയാണ്. ഇതുപോലെ ഒരു റൗണ്ട് കാണും. കറക്റ്റായിട്ട് നിങ്ങളുടെ ഫേസ് ഇവിടെ കാണിക്കുക. കുറച്ച് ക്ലോസ് മൂവർ എന്ന് പറഞ്ഞിട്ട് അടുത്തോട്ട് കാണിക്കാനോ അകലത്തിൽ കാണിക്കാനോ ഒക്കെ പറയും. കറക്റ്റായിട്ട് കണ്ണൊക്കെ തുറന്ന് നോക്കുക. നോക്കിയതിന് ശേഷം നിങ്ങളുടെ വെരിഫൈ ആകും. വെരിഫൈ ആയതിനു ശേഷം ഒരു മിനിറ്റിനകത്ത് തന്നെ നിങ്ങളുടെ KYC വെരിഫൈ ആകും. ഓക്കെ, ഇതിൽ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാഷണാലിറ്റി, അതുപോലെ തന്നെ ID കാർഡിൻ്റേത്, ഫേസ് വെരിഫിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ വിത്തിൻ 2 മിനിറ്റിൽ തന്നെ നമുക്ക് എന്താ ചെയ്യാൻ കാണും, നമുക്കിവിടെ വെരിഫൈഡ് എന്ന് കാണാൻ കഴിയും. നമ്മുടെ അക്കൗണ്ട് വെരിഫൈഡ് ആകും. ഓക്കെ, എൻ്റെ അക്കൗണ്ട് വെരിഫൈഡ് ആണ്. ഇതുപോലെ നിങ്ങൾ നോക്കുമ്പോൾ ലെവൽ 1 ലെവൽ 2 KYC വെരിഫൈഡ് ആകും. വെരിഫൈഡ് ആയതിന് ശേഷം നമുക്ക് പിന്നെ 1-2 കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. നിങ്ങളുടെ
ടു ഫാക്ടർ അത്തൻറ്റിക്കേഷൻ നിങ്ങളുടെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുക. ഇമെയിൽ ID ആൾറെഡി വെരിഫൈ ആയിട്ടുണ്ട്. ഗൂഗിൾ അത്തൻറ്റിക്കേറ്റർ നിങ്ങളുടെ ഓൺ ആണോ എന്ന് നോക്കുക. ഗൂഗിൾ അത്തൻറ്റിക്കേറ്റർ ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒരു പേജ് വരും. ഒന്നുകിൽ അവിടെ നിന്ന് QR കോഡ് വേറെ മൊബൈൽ ഉണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്യുക. അതല്ലെങ്കിൽ അതിൽ കാണുന്ന കോഡ് ഗൂഗിൾ അത്തൻറ്റിക്കേറ്ററിൽ കൊടുത്തതിന് ശേഷം ഇമെയിലുമായിട്ടൊക്കെ ഒന്ന് ലിങ്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആയിട്ട് നമ്മുടെ ബിറ്റ്മാർട്ടിൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയും. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല എങ്കിലും നമുക്കിതിൽ ഇത് ട്രേഡ് ചെയ്യാൻ കഴിയും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി കുറച്ച് ട്രേഡൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ പുതിയൊരു അക്കൗണ്ടാണ്. അപ്പോൾ ഇതിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നെക്സ്റ്റ് ബാക്കി നമ്മുടെ സീപ്പിൻ്റെ വിഡ്രോ വരുന്നതിനനുസരിച്ച് എങ്ങനെയാണ് നമുക്കിതിലേക്ക് വിഡ്രോ എടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്യും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഏണിങ്സിൻ്റെ റെഗുലർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.